ഡോൺ ബോസ്കോ ടെക് മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിഗ് അയൺ പ്രൊഡക്ഷൻ ഓൺ ബ്ലാസ്റ്റ് ഫർണസ് എന്നതിനെക്കുറിച്ചാണ്. ഏകദേശം 5% അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് സിലിക്കേറ്റ് അല്ലെങ്കിൽ കൂടുതൽ അപൂർവമായി കാർബണേറ്റ് ധാതുക്കൾ. ഈ ധാതുക്കളിൽ നിന്ന് ശുദ്ധമായ ഇരുമ്പ് വേർതിരിക്കാനുള്ള തെർമോഡൈനാമിക് തടസ്സങ്ങൾ ഭീമാകാരവും ഊർജ്ജസ്വലവുമാണ്. അതിനാൽ മനുഷ്യവർഗം ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ എല്ലാ സ്രോതസ്സുകളും താരതമ്യേന അപൂർവമായ അയൺ ഓക്സൈഡ് ധാതുക്കളെ പ്രാഥമികമായി ഹെമറ്റൈറ്റ് ചൂഷണം ചെയ്യുന്നു. വ്യാവസായിക വിപ്ലവത്തിനു മുമ്പ് വ്യാപകമായി ലഭ്യമായ ഗോത്തറ്റിൽ നിന്നോ ബോഗ് അയിരിൽ നിന്നോ ഭൂരിഭാഗം ഇരുമ്പ് ലഭിച്ചിരുന്നു. ഉദാഹരണത്തിന് അമേരിക്കൻ വിപ്ലവം, നെപ്പോളിയൻ യുദ്ധങ്ങൾ, ചരിത്രാതീതമായ സമൂഹം ഇരുമ്പയിരിൻ്റെ ഉറവിടമായ ലാട്രൈറ്റ് ഉപയോഗിച്ചിരുന്നു. ചരിത്രപരമായി വ്യാവസായിക സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന ഇരുമ്പയിരിൻ്റെ ഭൂരിഭാഗവും ഏകദേശം 70% അയൺ ഗ്രേഡുള്ള ഹെമറ്റൈറ്റ് നിക്ഷേപങ്ങളിൽ നിന്നാണ് ഖനനം ചെയ്യുന്നത്. ഈ നിക്ഷേപങ്ങളെ സാധാരണയായി ഡയറക്റ്റ് ഷിപ്പിംഗ് അയിരുകൾ അല്ലെങ്കിൽ പ്രകൃതിദത്ത അയിരുകൾ എന്ന് വിളിക്കുന്നു. ഇരുമ്പിന് പ്രധാനമായും 4 അയിരുകളാണുള്ളത്: ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കോത്തൈറ്റ്, എമണൈറ്റ്. ചിലയിടങ്ങളിൽ സിഡറൈറ്റും ഉപയോഗിക്കുന്നു. ഇവയെല്ലാം തന്നെ ഭൂമിയിൽ മൈനിങ് എന്ന ഓപ്പറേഷൻ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇരുമ്പിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഓറുകളിലും ധാരാളം ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിരിക്കുന്നു. മണ്ണ്, റോക്കി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ലൈംസ്റ്റോൺ. ഇവയെല്ലാം പൊതുവായി പറയുന്ന പേരാണ് ഗ്യാങ്സ്. ഇവയെല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. ഈ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഇതിനായി വലിയ പീസുകളായി ലഭിക്കുന്ന ഓറിനെ നമ്മൾ ചെറിയ പീസുകൾ ആക്കേണ്ടതുണ്ട്. അതിനായി ഓർ ഗ്രൈൻഡറിലേക്കോ പൾവറൈസറിലേക്കോ നിക്ഷേപിക്കുന്നു. ഇത് പൾവറൈസർ ചെറിയ ചെറിയ ഓർ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ശേഷം ഫോഴ്സ് കൂടിയ വെള്ളത്തിനൂടെ കടത്തിവിടുമ്പോൾ ഇമ്പ്യൂരിറ്റീസുകളെല്ലാം തന്നെ വാഷ്ഡ് ഔട്ട് ആകുന്നു. ക്രഷറിലൂടെ കടത്തിവിടുന്ന വലിയ പാർട്ടിക്കിളായ ഓറുകളെല്ലാം തന്നെ ആദ്യം ചെറിയ പാർട്ടികളാകുന്നു. ശേഷം വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടി ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അടുത്ത പ്രോസസ്സിനെ പറയുന്ന പേരാണ് കാൽസിനേഷൻ. ഇതിനായി നേരത്തെ കഴുകിയ ഓറിനെ ഒരു റിവർബറേറ്ററി ഫർണസിലൂടെ കടത്തിവിടുന്നു. ഈ റിവർബറേറ്റർ ഫർണസിൽ വളരെയധികം ഊഷ്മാവ് കൂടിയിരിക്കുന്നു. ഇതുമൂലം നനഞ്ഞിരിക്കുന്ന ഓറുകളെല്ലാം തന്നെ വളരെ ഡ്രൈ ആയി മാറുന്നു. ഹീറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവ ഡ്രൈ ആയി മാറുന്നത്. ഈ സമയത്ത് ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിരിക്കുന്ന സൾഫറും കാർബണും എല്ലാം തന്നെ റിമൂവ് ആകുന്നു. ഈ പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റിവർബറേറ്ററി ഫർണസിൽ വളരെയധികം ഹീറ്റ് കൊടുക്കുന്നത് മൂലം കാർബൺ ഡൈ ഓക്സൈഡായും സൾഫർ ഓക്സൈഡായും ആർസനിക് എന്നിവയെല്ലാം തന്നെ റിമൂവ് ആകുന്നു. ഇങ്ങനെ റിമൂവ് ആവുന്നത് മൂലം ഓർ ഡ്രൈ ഫോമിലേക്ക് മാറുന്നു. ഇനി നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിനെ പരിചയപ്പെടാം. ബ്ലാസ്റ്റ് ഫർണസ് എന്നത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച് ഉൾവശം ഇഷ്ടികളാൽ നിർമ്മിതമായ ചൂളയാണ്. അതിനാൽ തന്നെ വളരെയധികം താപനില നിലനിർത്താൻ ഈ ചൂളയ്ക്ക് സാധിക്കുന്നു. ഈ ചൂളയ്ക്ക് ഏകദേശം 100 അടി ഉയരവും 25 അടി വീതിയും കാണപ്പെടുന്നു. മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോഴും ഇത് നാരോ ആയി കാണപ്പെടുന്നു. അയണായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്മെൽറ്റിംഗ്. ഈ പ്രോസസ്സിൽ 3 പേർ പ്രധാനമായും പങ്കെടുക്കുന്നു: ഡ്രൈ ഫോമിലുള്ള അയൺ, ഫ്ലക്സായി പ്രവർത്തിക്കുന്ന ലൈംസ്റ്റോൺ, ഫ്യൂവലായി പ്രവർത്തിക്കുന്ന കോക്ക്. ഇവിടെ നമ്മൾ ഓൾറെഡി എല്ലാവരുടെയും ധർമ്മം പറഞ്ഞു കഴിഞ്ഞു. കോക്ക് ആണ് കത്തി ഫ്യൂവലായി മാറുന്നത്. ഫ്യൂവലായി മാറുന്നതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനും കോക്ക് സഹായിക്കുന്നു. ലൈംസ്റ്റോൺ ഇവിടെ ഫ്ലക്സായി പ്രവർത്തിക്കുന്നു. ഫ്ലക്സായി പ്രവർത്തിക്കുന്നത് മൂലം കൊണ്ട് തന്നെ അയണോറിൽ അടങ്ങിയിട്ടുള്ള അൺവാണ്ടഡ് പാർട്ടിക്കിൾസുമായി കൂടിച്ചേർന്ന് ഇത് സ്ലാഗ് ഫോം ചെയ്യുന്നു. സ്ലാഗ് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പദാർത്ഥമാണ്.
അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യാൻ നമ്മൾ സ്ലാഗ് ഹോൾ എന്നൊരു പാർട്ട് നമ്മളുടെ ബ്ലാസ്റ്റ് ഫർണസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവ മൂന്നും നമ്മൾ ഒരു ട്രോളിയിൽ കളക്ട് ചെയ്യുന്നു. ഈ ട്രോളി ഒരു കൺവെയറുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. കൺവെയർ ട്രോളിയെ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ മുകളിലെത്തിക്കുന്നു. അവിടെ നിന്ന് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഈ 3 പദാർത്ഥങ്ങളും താഴേക്ക് നിക്ഷേപിക്കുന്നു. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ താഴെ വളരെ ഉയർന്ന ഊഷ്മാവിലുള്ള ഒരു വായുപ്രവാഹം നൽകിയിട്ടുണ്ട്. ഈ വായുപ്രവാഹം ഏകദേശം 2000 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ളതാണ്. ഇവിടെ കോക്ക് C+O2 CO2 ആയി മാറുന്നു. ഈ സ്ഥലത്തെ പൊതുവെ പറയുന്ന പേരാണ് സോൺ ഓഫ് കമ്പസ്റ്റൻ. ഇവിടെ ഏകദേശം 2000 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് അനുഭവപ്പെടുന്നു. ഇവിടെ വെച്ച് ഇതുവരെ കത്താത്ത കാർബൺ ഡയോക്സൈഡ് കാർബണുമായി കൂടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായി മാറുന്നു. ഇവിടെ ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് അനുഭവപ്പെടുന്നു. കാൽസ്യം ഓക്സൈഡ് അയണോറിലുള്ള സിലിക്കൺ ഡയോക്സൈഡുമായി കൂടിച്ചേർന്ന് സ്ലാഗ് ഫോം ചെയ്യുന്നു. സ്ലാഗ് താഴേക്ക് ദ്രാവക രൂപത്തിലേക്ക് ഊർന്നിറങ്ങുന്നു. അയണോറിന് മുകളിലായിരിക്കും എപ്പോഴും സ്ലാഗിൻ്റെ സ്ഥാനം. സ്ലാഗിന് അയോണറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെ സോൺ ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നു. കാരണം ഈ സ്ഥലത്ത് വെച്ചാണ് കാർബൺ മോണോക്സൈഡും സിലിക്കൺ ഡയോക്സൈഡും കൂടി ചേർന്ന് സ്ലാഗ് ഫോം ചെയ്യുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ മുകൾ ഭാഗത്ത് ഏകദേശം 400 ഡിഗ്രി സെൽഷ്യസ് മുതൽ 700 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് അനുഭവപ്പെടുന്നു. ഇവിടെ വെച്ചാണ് അയൺ ഫോം ചെയ്യുന്നത്. അയൺ ഫോം ചെയ്യുന്നത് Fe2O3 പ്ലസ് 3 കാർബൺ മോണോക്സൈഡ് ടു ഫോം 2Fe പ്ലസ് 3 CO2. ഇങ്ങനെ സ്പോഞ്ച് ഫോമിൽ രൂപം ചെയ്ത അയൺ താഴേക്ക് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. ഈ സ്ഥലത്തെ പൊതുവായി പറയുന്ന പേരാണ് സോൺ ഓഫ് റിഡക്ഷൻ. അയൺ എപ്പോഴും സ്ലാഗിന് താഴെയായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ടാപ്പിംഗ് ഹോളിലൂടെ അയൺ കളക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന അയണിനെ പൊതുവായി പറയുന്ന പേരാണ് പിഗ് അയൺ.